വിവാദ ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് സൂചിപ്പിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നടപ്പാക്കിയില്ലെങ്കിൽ തൊഴിൽ നിയമങ്ങൾ തന്നെ ഇല്ലാതാകുമെന്നും നടപ്പാക്കേണ്ട എന്ന് പറയാൻ എളുപ്പമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചില നിർദ്ദേശങ്ങളിൽ മാത്രമാണ് എതിർപ്പുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ലേബർ കോഡ് നടപ്പാക്കിയെന്നും വി.ഡി. സതീശൻ ന്യായീകരിച്ചു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ല. മറ്റേ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായി. അപ്പോൾ നമ്മളൊരു അനിശ്ചിതത്വമുണ്ട് ഈ രംഗത്ത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പുതിയ ലേബർ കോഡിൽ വന്നിരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യും എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നടപ്പാക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ലാത്ത സ്ഥിതി വരും. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ ലേബർ കോഡ് നമുക്കറിയാം വലിയ തരത്തിൽ വിവാദമായതാണ്. അതിൽ ഒരുപാട് വിമർശനം മുൻ സർക്കാർ അടക്കം ഉന്നയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കില്ല എന്ന് മുൻ സർക്കാർ നിലപാടെടുത്തത്. എന്നാൽ ആ നിയമങ്ങൾ നടപ്പാക്കും എന്നാണിപ്പോൾ നടപ്പാക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് വി.ഡി. സതീശൻ. അപ്പോൾ വലിയ തരത്തിൽ പരാതി ഉണ്ടാകും. ഈ പരാതികളൊക്കെ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. സ്വാധീനത്തിൽ സാങ്കേതിക കാരണങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ഈ പാർലമെന്റ് പാസാക്കിയ ലേബർ കോഡ് നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു തൊഴിൽ നിയമം ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വരും. തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് നടപ്പിലാക്കുന്ന കാര്യം ആലോചിക്കും, അതുമായി മുന്നോട്ട് പോകും. ലേബർ കോഡ് നടപ്പിലാക്കുമെന്ന സൂചന തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചത്. നിലവിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഈ ലേബർ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകളുമായി ഒരു കൂടിക്കാഴ്ച, അവരുമായി ഒരു ആലോചന നടത്തും. കഴിഞ്ഞ സർക്കാർ ഇത് നടപ്പിലാക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് പോയതാണ്. അക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് നടപ്പിലാക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന മറുചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചത്. ഇതിൽ ചില നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉന്നയിച്ചതാണ്. ചില നിർദ്ദേശങ്ങളടക്കം അത് സമരം ചെയ്തതും അവിടെ തൊഴിൽദാതാക്കൾക്കെതിരെയുള്ള നീക്കങ്ങളൊക്കെ കുറ്റകരമാക്കുന്ന രീതിയിലേക്കാണ് ആ ലേബർ കോഡ് മുന്നോട്ട് പോകുന്നത്. അതിനെയൊക്കെ ചോദ്യം ചെയ്താണ് വലിയ പണിമുടക്കും പ്രതിഷേധങ്ങളും ഒക്കെ സംസ്ഥാനത്ത് നടന്നത്. അതുകൊണ്ട് അതിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിലാണ് എതിർപ്പ് അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF-നും ഉണ്ടായിരുന്നത്. അക്കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ, ഈ കൂടിക്കാഴ്ചയിൽ ഉയർന്നു വരിക എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അത് അദ്ദേഹം കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സാങ്കേതിക കാരണങ്ങളാണ്. അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു തൊഴിൽ നിയമം, തൊഴിൽ സുരക്ഷ തൊഴിലാളിക്ക് ഇല്ലാതെ വരും. നടപ്പിലാക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ഇത് നടപ്പിലാക്കില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രായോഗികമായി മുന്നോട്ട് പോകുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഈ തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ അത് നടപ്പിലാക്കുന്ന രീതിയിലേക്കാണ് സംസ്ഥാനം മുന്നോട്ട് പോവുക. ലേബർ കോഡ് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിന്റെ സൂചന തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ഈ വാചകങ്ങളും. സ്വാതി, ബിനിൽ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ കേരളത്തിൽ പല കമ്പനികളും, സ്വകാര്യ കമ്പനികളും തൊഴിലാളികളെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്നൊരു ദിവസം പറഞ്ഞു വിടുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തതാണ്. അന്നും കേരളത്തിൽ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇതിൽ ഇടപെടാൻ പരിമിതിയുണ്ട്, കാരണം കേന്ദ്ര തൊഴിൽ നിയമം അനുസരിച്ച്, ലേബർ കോഡ് അനുസരിച്ചാണ് ഈ കമ്പനികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ കേരളത്തിൽ അത് നടപ്പാക്കുകയാണെങ്കിൽ യുവാക്കൾക്ക് വലിയ തരത്തിലുള്ള ആശങ്കയാണ്, പ്രത്യേകിച്ചും സ്വകാര്യ മേഖലയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഈ മറ്റ് സംഘടനകളുമായൊക്കെ കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഫലപ്രദമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും എതിർപ്പ് പല കോണുകളിൽ നിന്ന് വരും. വലിയ സമരങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഭരണകക്ഷിയാണെങ്കിൽ പോലും അവരുടെ തൊഴിലാളി സംഘടനകളും എതിർപ്പ് വെച്ച് മുന്നോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. സമാനം ഇപ്പോൾ സ്വാതി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ, തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ സ്വകാര്യ മേഖലയിലുള്ള പല കമ്പനികൾ, കോറോഹെൽത്ത് അടക്കമുള്ള കമ്പനികൾ ഒരു സുപ്രഭാതത്തിൽ ആളുകളെ, അവരുടെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നു, അവർക്ക് മതിയായ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല തുടങ്ങിയ പല പരാതികളും ഉയർന്നു വന്നതാണ്. സമരങ്ങൾ കണ്ടതാണ്. അന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള LDF അടക്കം ചൂണ്ടിക്കാണിച്ച സമരത്തേക്കൊക്കെ അന്ന് നേതാക്കൾ കടന്നു വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇക്കാര്യമാണ്. ലേബർ കോഡ് നടപ്പിലാക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലേബർ കോഡിനെതിരെ ഒരു വലിയ സമര മുന്നേറ്റം വരണം എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതും. നിലവിൽ എന്തായാലും നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുകയാണ്. അത് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെ പൂർണ്ണമായി നടപ്പിലാക്കും എന്നുള്ളത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അതിലേക്ക് ഉണ്ട്. വലിയ എതിർപ്പ്
എതിർപ്പ് തന്നെയായിരിക്കും അതിനുള്ള പ്രധാന കാരണം. അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകൾ ഏറ്റവും ചർച്ചയാകുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ തൊഴിലാളികളുമായും തൊഴിലാളി സംഘടനകളുമായും ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയായിരിക്കും ആ കൂടിക്കാഴ്ച നടത്തുക. കൂടിക്കാഴ്ചയുടെ സമയമോ തീയതിയോ തീരുമാനിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ തീരുമാനിച്ച് ആ കൂടിക്കാഴ്ച പിന്നിൽ എന്തായാലും ഇത് നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും വലിയ ശ്രമകരമായിരിക്കും അത് നടപ്പാക്കുക എന്നുള്ളതാണ്. ഒരുപാട് ചർച്ചകളുടെ ആവശ്യമുണ്ട്. ബിനിൽ തുടരുക. മറ്റൊരു